ലിവർപൂളിന്റെ പോർച്ചുഗീസ് താരം ഡിയോഗ ജോട്ടോ കാർ അപകടത്തിൽ കൊല്ലപ്പെട്ടു. വടക്ക് പടിഞ്ഞാറൻ സ്പെയിനിലെ സമോറയ്ക്കടുത്തുണ്ടായ അപകടത്തിലാണ് ഫുട്ബോൾ താരം മരണപ്പെട്ടത്. പെലാസിയോസ് ഡി സനാബ്രിയയ്ക്ക് സമീപമുള്ള ബജാസ് ഹൈവേയിൽ ചൊവ്വാഴ്ച രാവിലെയോടെയാണ് അപകടമുണ്ടായത്. ജോട്ടയും സഹോദരനും സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. അക്ഷയ് ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. അക്ഷയ്, എന്തൊക്കെയാണ് ഈ അപകടത്തിൻ്റെ വിശദാംശങ്ങൾ? ഷമി, ഇപ്പോൾ ഫുട്ബോൾ ആരാധകർക്ക് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. ലിവർപൂളിൻ്റെ പോർച്ചുഗൽ താരം ലിയോഗോ ജോട്ടെ ഇപ്പോൾ ഒരു കാർ അപകടത്തിൽ മരിച്ചിരിക്കുകയാണ്. വടക്ക് പടിഞ്ഞാറൻ സ്പെയിനിൻ്റെ അടുത്തായി സോമറോയ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചാണ് ഈ അപകടമുണ്ടായിരിക്കുന്നത്. ജോട്ടയും സഹോദരനും സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ജോട്ടയും അതോടൊപ്പം തന്നെ സഹോദരനും ആണ് ഈ വാഹനത്തിലുണ്ടായിരുന്നത്. ഒരു ആഡംബര വാഹനമായ ലംബോർഗിനിയിലാണ് ഇരുവരും സഞ്ചരിച്ചിരുന്നത്. ഈ സമയത്താണ് അപകടമുണ്ടായത്. ചൊവ്വാഴ്ച രാവിലെ ഈ അപകടത്തിലാണ് ജോട്ടയ്ക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നത്. 28 വയസ്സ് മാത്രം പ്രായമായിരുന്നു ജോട്ടയ്ക്ക് ഉണ്ടായിരുന്നത്. ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ റൂട്ട്സ് കാഡ്രിയോസ് എന്ന് പറയുന്ന ജോട്ടയുടെ ഭാര്യ, ഇവരുമായിട്ടുള്ള ദീർഘനാളത്തെ പ്രണയത്തിന് ശേഷം കേവലം 2 ആഴ്ചയ്ക്ക് മുമ്പ് മാത്രമാണ് ഇരുവരുടെയും വിവാഹം നടന്നത് എന്നുള്ളതാണ്. ഈ വിവാഹത്തിന് 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ദാരുണമായിട്ടുള്ള ഈ കാർ അപകടത്തിൽ ജോട്ടയ്ക്ക് ജീവൻ നഷ്ടമാകുന്നത്. 2020 ജോട്ടെ ലിവർപൂളിലെത്തുന്നത്. ലിവർപൂൾ 2020 എത്തുന്ന താരം 123 മത്സരങ്ങളിൽ നിന്നായി 47 ഗോളുകളാണ് ലിവർപൂളിനായി നേടിയത്. 2019-2025 വർഷങ്ങളിലായി യുവേഫ നേഷൻസ് ലീഗ് കിരീടമുയർത്തിയ ടീമിലും ജോട്ടെ അംഗമായിരുന്നു. 2019 ജോട്ടെ ദേശീയ ടീമിനായുള്ള അരങ്ങേറ്റം നടത്തുന്നത്. എന്തായാലും ഫുട്ബോൾ ആരാധകരെ ഏറ്റവും വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. കേവലം 28 വയസ്സ് മാത്രം പ്രായമായ താരമായിരുന്നു ലിയോഗോ ജോട്ടെ. വലിയ ഭാവി മുന്നിൽ കണ്ട് വലിയ തരത്തിൽ ശ്രദ്ധ നേടിയ ഒരു താരം, ഫുട്ബോൾ താരം ഇപ്പോൾ വിടവാങ്ങിയിരിക്കുകയാണ്. ഒരു കാർ അപകടത്തിൽ ലിവർപൂളിൻ്റെ പോർച്ചുഗൽ താരം ലിയോഗോ ജോട്ടെ അന്തരിച്ചിരിക്കുന്നു. ഷമി, ഫുട്ബോൾ താരം അന്തരിച്ചിരിക്കുന്നു. വിശദാംശങ്ങൾ നൽകിയത് അക്ഷയാണ്.